ാണ് പലപ്പോഴും ഇന്ന് ഇവിടെ വായന ഇന്ന് എത്രമാത്രം വരുന്നുണ്ട്. ഇപ്പോൾ സൺഡേ സ്കൂളിൽ പിള്ളേർ വരുമ്പോൾ നമ്മൾ അവർക്ക് വേദപഠനം ഒരു വലിയ നന്നായിട്ട് നിർബന്ധിതമായി അവരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ വായന പലപ്പോഴും ഇല്ലാണ്ടായി പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പാഠപുസ്തകം വായിക്കുന്ന വായനയല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ സ്കൂൾ കുട്ടികൾ ഇപ്പോൾ കോളേജിൽ നമ്മളൊക്കെ പാഠപുസ്തകം വായിക്കും, പക്ഷേ അതല്ല വായന. പലപ്പോഴും ഇന്ന് വായനയിലേക്ക് നമുക്ക് തിരിയുവാൻ കഴിയുന്നില്ല. നമ്മുടെ ഒരു സാംസ്കാരികമായി നമ്മൾ പിന്നോട്ട് പോകുന്നതിൻ്റെ ഉദാഹരണമായിട്ട് ഒരു പക്ഷേ അതിനൊക്കെ ചൂണ്ടിക്കാട്ടേണ്ടതായിട്ട് വരും. ഇന്നൊരു ആധുനിക കാലഘട്ടമാണ്. ഏറെ കാര്യങ്ങൾ നമുക്കിന്ന് അറിയുവാൻ ഉള്ള സാഹചര്യങ്ങളുണ്ട്. സാങ്കേതിക വിദ്യ ഇന്ന് വളരെയേറെ മുന്നേറിയിരിക്കുന്നു. ഒരു വിരൽത്തുമ്പിൽ നമുക്കെല്ലാം അറിയാം. എന്തിനെക്കുറിച്ചും നമുക്കറിയാം. ഈ പ്രപഞ്ചത്തിലുള്ള ഏതിനെക്കുറിച്ചും എന്തിനെക്കുറിച്ചും അറിയാൻ ഒരു വിരൽത്തുമ്പിൻ്റെ സ്പർശനം മാത്രം മതി എന്നുള്ള സത്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ആ വായനയിൽ നമ്മൾ അറിയാതെ നമ്മൾ മാറുകയാണ്. നമ്മൾ വാർത്താ ചാനലുകൾ കാണാറുണ്ട്. രാത്രി വാർത്താ ചാനൽ കണ്ടിട്ടും പിറ്റേ ദിവസം പത്രം വായിക്കും ഒരുപാട് വ്യത്യാസമില്ലേ? അത് നമുക്ക് കണ്ണും കാതും മാത്രം തുറന്നാൽ മതി. ഒരു ചാനൽ വാർത്ത കാണണമെങ്കിൽ പത്രം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സും കൂടി തുറക്കും. വായന എന്നുള്ളത് നമ്മുടെ മനസ്സ് തുറക്കുകയാണ്. അത് നമുക്കത് നിലനിർത്തുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നു. ജീവിതത്തിന് തിരക്കുകൾ ഒരു പക്ഷേ കാരണമായിരിക്കാം. ഏറെ തിരക്കുകൾ ഇന്ന് മനുഷ്യനെ അലട്ടുന്നു. അതുകൊണ്ട് തന്നെ ആ തിരക്ക് ഒരു പക്ഷേ ഈ സ്വാർത്ഥതയ്ക്കൊരു കാരണമായി നമുക്ക് അതിനെ ചൂണ്ടിക്കാട്ടാം. പൊതുവേ ഇന്ന് സമൂഹത്തിലുണ്ടാവുന്ന അനവധി മാറ്റങ്ങൾ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുന്നു. ഞാനത് സാന്ദർഭികമായി ഈ വിഷയങ്ങൾ നിങ്ങളുടെ ചിന്തകളിലേക്ക് പകർന്നുവെന്ന് മാത്രം. ഞാൻ ദീർഘമായ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ ദേവാലയം തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ഈ ഇടവകയിൽ മാത്രമല്ല ഈ സമൂഹത്തിലും നവചൈതന്യം പകരുവാൻ കഴിയുമാറാവട്ടെ. ഒരിക്കൽ കൂടി എന്നെ ഇവിടെ വിളിച്ചതിലും ക്ഷണിച്ചതിലും ഇവിടെ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിലുമുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ പൊതുസമ്മേളനം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രദേശത്തിൻ്റെ തന്നെ ഐശ്വര്യമായി തെളിവുകുറിയായി ദേവാലയം ഉയർന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. 2 വർഷത്തിനപ്പുറം നോക്കിയാൽ ഇതിങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ലാതിരുന്ന കാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ട പി ടി ചെറിയാനച്ഛൻ്റെയും ഈ ഇടവക ജനങ്ങളുടെയും കഠിനാധ്വാനത്തിൻ്റെ പരിണിത ഫലമായി സുന്ദരമായ ദേവാലയം, വളരെ സുന്ദരമായ ദേവാലയം ഇവിടെ പൂർത്തീകരിക്കാൻ ഇടയായതിൽ അങ്ങേയറ്റം സന്തോഷിക്കും. എത്രയോ സുന്ദരമായിരിക്കും. ഇങ്ങനെ ഈ ഉദ്ഘാടനത്തിന് ഒത്തിരി ഇങ്ങനെ ഉദ്ഘാടനത്തിനൊക്കെ പോയെങ്കിൽ ഈ വെടിക്കെട്ടിൻ്റെ താളമേളത്തോടെ ആദ്യമായിട്ടൊരു സംഭവമാണ്. ഏതായാലും അതും ഭംഗിയായി, എല്ലാം സുന്ദരം. ഈ പള്ളി അറിയപ്പെടുന്ന ആനകുത്തി ഇമ്മാനുവൽ മർത്തമച്ച കോന്നി എന്നാണ് എൻ്റെ അറിവ്. കുറച്ച് വർഷം കഴിയുമ്പോൾ ഇത് അറിയപ്പെടാൻ പോകുന്നത് കോന്നി മെഡിക്കൽ കോളേജ് മർത്തമച്ച എന്നാകാൻ പോവുകയാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ വന്ന ഈ 82 വീടുകളെല്ലാം മാറി മുമ്പിലെല്ലാം ഇവിടത്തേക്ക് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സും നേഴ്സുമാരും എല്ലാം വന്നിരിക്കുന്ന ഒരു കാലം അനധിവിദൂര ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അങ്ങനെ എല്ലാ മംഗളങ്ങളും ഭദ്രാസനത്തിൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു. ബഹുമാനപ്പെട്ട വൈദികരുടെ പേരിലും ഈ ഭദ്രാസനത്തിലെ മുഴുവൻ ആളുകളുടെയും പേരിൽ എല്ലാ പ്രാർത്ഥനയും അനുമോദനവും ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിന്ന് വിരമിക്കേണ്ട ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കും. അലക്സാണ്ടർ തരകൻ ഉടനെ പോകുന്നുണ്ട്. അഭിമന്യ തിരുമേനി, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 1999 ഒരു വൈദിക വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ബന്ധം ഇന്നും നിലനിൽക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആഗ്രഹിച്ചതാണ് ഈ ദേവാലയം പുതുക്കി പണിയണമെന്നുള്ളത്. എൻ്റെ പ്രാർത്ഥന, ഞാൻ ഇവിടുത്തെ ഈ സെൻട്രൽ തന്നെ ഒരു വികാരിയായിരിക്കുമ്പോൾ തന്നെ അത് സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതിനായിട്ട്
പ്രയത്നിച്ച അച്ഛനെയും ഇടവക ജനങ്ങളെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. അതിനുവേണ്ട എല്ലാ പ്രോത്സാഹനം നൽകിയ എല്ലാവരോടുള്ളതായ സ്നേഹവും നന്ദി പ്രാർത്ഥനയും ഈ സമയത്ത് അറിയിക്കുന്നു. സെൻറ്ററിൻ്റെ പേരുള്ളതായ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസരിക്കുന്നു. നന്ദി, നമസ്കാരം. അത്ഭുതങ്ങളുടെ ഉടമസ്ഥനാണ് PT ചെറിയാനച്ഛൻ. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ഇലന്തോ സെൻറ് തോമസ് ഇടവക പണി കഴിപ്പിച്ചത് PT ചെറിയാനച്ഛനാണ്. അച്ഛൻ ഏത് ദേവാലയം പണി കഴിപ്പിച്ചാലും അതിന് ചില പ്രത്യേകതകളുണ്ട്. എനിക്കിന്നിവിടെ വരാൻ കഴിഞ്ഞത് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ്. ഞാൻ ഈ ഭദ്രാസനത്തിൽ ആയിരുന്ന സമയത്ത് വളരെ നന്ദിയോടെ ഓർക്കുന്ന കാര്യം അഭിമന്യ തിരുമേനിയുടെ ഒരു പരിശുദ്ധാത്മ നിയോഗത്തിൻ്റെ ഫലമാണ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ഈ കവടി നിരത്തി നോക്കുക എന്നൊക്കെ പലപ്പോഴും കളിയാക്കി പറയാറുണ്ട്. എന്നാൽ അത്തനേഷ്യസ് തിരുമേനി അത് വളരെ ഗൗരവമായി നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ചെറിയ പ്രായത്തിലുള്ള അച്ഛന്മാരെ കൊണ്ട് ഈ പള്ളി പണിയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് റിട്ടയർ ചെയ്ത ഒരു അച്ഛൻ വിചാരിച്ചാൽ മാത്രമേ ഈ പള്ളി പണിയാൻ കഴിയൂ എന്ന് കരുതി PT ചെറിയാനച്ഛനെ വിട്ടു. ഇപ്പോൾ പൊട്ടിയ പടക്കം പോലെ തന്നെ വളരെ വേഗത്തിൽ പണി പൂർത്തീകരിക്കുകയും ചെയ്തു. ഇതാണ് അത്ഭുതത്തിൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, PT ചെറിയാനച്ഛൻ ഇലന്തോ സെൻറ് തോമസിൽ കളക്ഷന് വരണമെന്ന് ഞാൻ അച്ഛനെ നിർബന്ധിച്ച് കൊണ്ടുപോവുകയായിരുന്നു. സാധാരണഗതിയിൽ ആരും അങ്ങനെ ചെയ്യാറില്ല. എന്നാൽ ഈ ഇടവകയെപ്പറ്റി എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. മാത്രമല്ല, ആ ഇടവകക്കാർക്ക്, ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന ഇടവകക്കാർക്ക് PT ചെറിയാൻ അവരുടെ സ്വന്തം അച്ഛനാണ്. 100 വയസ്സുള്ള ഒരു അപ്പച്ചൻ കഴിഞ്ഞ പ്രാവശ്യം 100ാം ജന്മദിനം ആഘോഷിച്ചപ്പോൾ പറഞ്ഞു, ആരെ വിളിച്ചില്ലെങ്കിലും PT ചെറിയാനച്ഛനെ വിളിക്കണം. കൈപുണ്യമുള്ള അച്ഛനാണ്. ഇപ്പോൾ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങിയെങ്കിലും ഏറ്റവും സുന്ദരമായിട്ട് ഈ ദേവാലയം പണി കഴിപ്പാൻ അച്ഛന് ദൈവം വരം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇന്ന് തിരുമേനിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇനി ഏതെങ്കിലും പള്ളി എവിടെയെങ്കിലും പണിയാൻ ഉണ്ടെങ്കിൽ PT ചെറിയാനച്ഛനെ ഏൽപ്പിച്ചാൽ സുന്ദരമായ ഒരു ഗോപുരം അവിടെ പണിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മൂന്നാമത്തെ പ്രത്യേകത, ഈ ഇടവക അംഗമാണ് വിജോ. വിജോയുടെ കടയിൽ ഞാൻ കൂടെ കണ്ണാടി നോക്കാൻ പോകും. ഓരോ തവണ ചെല്ലുമ്പോഴും അവിടെ ഒരു രസീത് ബുക്ക് തുറന്നു വച്ചിട്ടുണ്ട്. കണ്ണാടിയുടെ പണം കൊടുക്കുന്നതോടൊപ്പം ഈ രസീത് ബുക്കും ഒരെണ്ണം കീറിത്തരും. അങ്ങനെ ഇവിടെ നിന്നൊരു ലക്കി ഡിപ്പ് കൂപ്പൺ എൻ്റെ പള്ളിയിൽ കൊണ്ട് വിതരണം ചെയ്തു. ഭാഗ്യം ഞങ്ങളുടെ കൂടെ ആയതുകൊണ്ട് 2 സമ്മാനങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു. ആ 2 പേര് ഇന്ന് എന്നോട് ഫോണിൽ വിളിച്ച് പറഞ്ഞത്, അതിൽ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു ആ സമ്മാനം ആ ഇടവകയ്ക്ക് മടക്കി നൽകണം എന്ന്. അതുകൊണ്ട് ആ ഇടവക ഇപ്പോഴും ഈ ഇടവകയെ സ്നേഹിക്കുന്നു. ഇമ്മാനുവേൽ എന്നാൽ നമ്മോട് കൂടെ. ആനകുത്തി എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്, എന്നാൽ ആന കുത്തിയാലും കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ജോസഫ് അച്ഛൻ പറഞ്ഞതുപോലെ ഡോക്ടർമാർ മാത്രമല്ല, രോഗികളും ഈ ദേവാലയത്തിൽ വന്ന് സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട സുന്ദരമായ ദേവാലയത്തിന് ഇവിടുത്തെ എല്ലാ ഇടവക ജനങ്ങൾക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അഭിനന്ദനായ തിരുമേനി, ഉദ്ഘാടകൻ കേരളത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബ് അവറുകൾ, വേദിയിലെ വൈദിക ശ്രേഷ്ഠരെ, വിശിഷ്ട അതിഥികളെ, മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സ്നേഹിതരെ, ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഏറെ അനുഗ്രഹീതമായ ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത്. 83-100-ൽ താഴെ കുടുംബങ്ങളുള്ള ഒരു ദേവാലയം പ്രാർത്ഥനാപൂർവമായ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങളെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹകരണത്തോടുകൂടി ഇത്ര മനോഹരമായ ഒരു ദേവാലയം ഇവിടെ പടുത്തുയർത്തുവാൻ നമുക്ക് കഴിഞ്ഞു. തീർച്ചയായും പുതിയ ഒരു ദേവാലയം ഇവിടെ നിർമ്മിക്കപ്പെടുമ്പോൾ വലിയ ഒരു ഉത്തരവാദിത്വം കൂടി നമ്മൾക്ക് ഏവർക്കും വരികയാണ്. ദേവാലയം പുനർനിർമ്മിച്ചതുപോലെ നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതവും പുനർനിർമ്മിച്ചുകൊണ്ട് നല്ല ഒരു തലമുറയായി, നല്ല ഒരു സമൂഹമായി മാറ്റി എടുക്കുന്നതിന് ഈ കൂദാശയും ഇതിനോട് തുടർന്നുള്ള പ്രവർത്തനങ്ങളും ഉപകരിക്കട്ടെ, അതിന് നിതാന്തമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ അനുഗ്രഹീതമായ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഭിനന്ദ ഗീവറീസ് മാർ അത്യാനോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം നിർവഹിച്ച കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ,
ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഈ ഇടവാംഗങ്ങളെ, സമീപ പ്രദേശത്തിലെ ഇടവകളിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള സഭാംഗങ്ങളെ, പ്രിയമുള്ളവരെ, ഒത്തിരി സന്തോഷത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം അച്ഛനെയും ഇടവാംഗങ്ങളെയും പ്രത്യേകം നന്ദിയോടുകൂടി ഞാൻ അറിയിക്കട്ടെ. ഇവിടെ ഇടവകയുടെ കഴിഞ്ഞ കാലത്തെ റിപ്പോർട്ട് വായിച്ചു. 500 രൂപയ്ക്ക് ചെറിയ ഒരു ചാപ്പലായിട്ട് തുടങ്ങിയ ഈ ഇടവക ഇന്ന് 1 കോടി രൂപയ്ക്ക് ഇത്രയും വലിയൊരു ദേവാലയം പണിയാൻ ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ച നമ്മുടെ പൂർവികരെയും അന്നു മുതൽ ഇതിനു വേണ്ട സാങ്ഷൻ തന്ന വൈദികരെയും എല്ലാവരെയും നമുക്ക് ഈ സമയത്ത് ഓർക്കുന്നതിനുള്ളൊരവസരമാണ്. ഇത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അച്ഛനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ഈ ഇടവകയിൽ നിന്നും സൺഡേ സ്കൂൾ യുവജന സംഘത്തിൽ കൂടി ഈ വെളിച്ചം ലഭിച്ച് ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും പ്രവർത്തിക്കുന്ന ഈ ഇടഭാഗങ്ങൾ അവർ പ്രവർത്തിക്കുന്ന മേഖലയിലും പ്രകാശം പരത്തുവാൻ അവർക്കിടയാകട്ടെ. ഒരു കാക്ക ചെറുകിന് മുറിവ് പറ്റിയാൽ വീണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റ് കാക്കകൾ അടുത്ത് ചെന്ന് ആശ്വസിപ്പിക്കുന്നത് പോലെ ഇതിൻ്റെ ചുറ്റുപാടും ഭാരത്തിലും പ്രയാസത്തിലും കഴിയുന്ന അനേകർ കാണും. അവരെ സമാധാനിപ്പിക്കാൻ ഈ ഇടഭാഗങ്ങൾക്ക് കഴിയട്ടെ. സത്യത്തിനും സ്നേഹത്തിനും നീതിക്കും വേണ്ടി ദാഹിക്കുന്നവർക്ക് ഈ ജീവൻ്റെ ജലം കൊടുക്കാൻ ഈ ഇടഭാഗങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. തുടർന്നുള്ള ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ആദരണീയനായ തിരുമേനി, ബഹുമാന്യനും പ്രിയങ്കരനുമായ നമ്മുടെ മന്ത്രി ശ്രീ അനൂപ് ജേക്കബ്, മറ്റ് ബഹുമാന്യരായ വൈദികരെ, ബഹുമാന്യ ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട ഇടവകങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഈ ഇടവകങ്ങളുടെ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഈ മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ഇവിടെ ഈ പ്രദേശമാകെ വരുന്ന ആളുകളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ വികസന പ്രവർത്തനത്തിലേക്ക് കടന്നു വരികയാണ്. ആ സമയത്ത് ഈ ദേവാലയം വളരെ സുന്ദരമായി ഈ പ്രദേശത്ത് ശോഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. PT ചെറിയാനച്ഛനെ പോലെയുള്ള ഒരാൾ, അച്ഛനെ ശരിക്കും മനസ്സിലാക്കിയ ഒരാളെന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ഏറ്റെടുത്ത കാര്യം എത്ര വിജയകരമായി നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഞങ്ങളാർക്കും സംശയമില്ല. അദ്ദേഹത്തെ കഴിഞ്ഞ ചിങ്ങം 1-ാം തീയതി മികച്ച കർഷകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ആദരിക്കാനൊരു അവസരം എനിക്ക് കിട്ടിയ ഒരാളാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായി സമയബന്ധിതമായി ഈ ദേവാലയത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ചു. നല്ല രീതിയിൽ തുടർന്നും ഈ ദേവാലയം ഈ നാടിനാകെ പ്രകാശം പരത്തി ഭംഗിയായി മുന്നോട്ട് പോയിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓംനി. അഭിവന്യ തിരുമേനി, ബഹുമാന്യനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബ് അവറുകൾ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, അഭിവന്യ വൈദികരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. ഈ സന്തോഷകരമായ അനുഗ്രഹപ്രദമായ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. കുന്നിൻ മുകളിൽ കൊളുത്തിവെച്ച വിളക്ക് പോലെ ഈ പ്രദേശത്തിനാകമാനം നാനാജാതി മതസ്ഥർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ആത്മീയ ആലയമായി ഈ ദേവാലയം മാറട്ടെ എന്നാഗ്രഹിക്കുന്നു. ഇതിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ചെറിയ സ്റ്റാപ്പലായി തുടങ്ങിയ കാലഘട്ടം മുതൽ ഈ പള്ളിയുടെ വികാസവും വികസനവും ഒക്കെ സ്വപ്നം കണ്ട് അത് കാണുവാൻ ഭാഗ്യമില്ലാതെ കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ട മുൻകാല പൂർവികർ, അവരെയൊക്കെ നമുക്ക് ഓർക്കാം. നന്ദി, നമസ്കാരം, ജയ്. ബഹുമാനപ്പെട്ട അഭിവന്യ തിരുമേനി, അതുപോലെ നമ്മുടെ ഇന്നത്തെ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയ ബഹുമാനപ്പെട്ട കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്, ഇവിടെ ശ്രേഷ്ഠരായിരിക്കുന്ന ഇവിടെ വന്നിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളെ, എൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇവിടെ ഈ ഒരു പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഇവിടെ എത്തുവാനും അതുപോലെ തന്നെ ഇവിടെ വന്ന് നിൽക്കുവാനും എനിക്ക് അവസരം കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഞാൻ ഈ പള്ളി പണിയുന്നതിന് മുൻപ് തന്നെ പഴയ പള്ളിയായിരിക്കുന്ന സമയത്ത് പലതവണയും ഈ പള്ളിയിൽ വരികയും ഇതിൽ പല കാര്യങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതായത് ഞാൻ കുമ്പഴ ബേതേൽ മർത്തോമ പള്ളിയിലെ ഒരു അംഗമായിട്ട് അവിടുത്തെ ഒരാളായിട്ട് ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ വരുന്നത് തന്നെ മുളന്തറ ഓർത്തഡോക്സിൽ പള്ളിയിൽ വരുന്നത് ഈ പള്ളിയിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പള്ളിയുമായിട്ട് അതിയായ അടുപ്പവും ഇതിലെ ആൾക്കാരുമായിട്ടും വളരെ അടുപ്പമുള്ള ഒരു ഉള്ളത്. ഇപ്പോഴത്തെ ആൾക്കാരെയൊന്നും എനിക്കത്ര അറിയത്തില്ല. മറ്റേ ഇവിടെ കൺവെൻഷൻ നടക്കുമ്പോഴും ഇവിടുത്തെ എല്ലാ പരിപാടികളിലും ഞാൻ പങ്കുകൊള്ളുമായിരുന്നു. എന്നാൽ ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ഇതിലൊന്നും ഞാൻ പങ്കുകൊള്ളാറില്ല. കാരണം
വർഷങ്ങളായിട്ട് ഓർത്തഡോക്സിൽ പോയതുകൊണ്ടായിരിക്കും ഇതിൽ നിന്നുള്ള ബന്ധം കുറഞ്ഞു വരികയാണ്, അകന്നകന്ന് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം. ഏതായാലും മനസ്സിൽ എന്നും നമ്മളിൽ ആരാണ്ട് പറയുന്നതിനോട് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ അത് എന്നും എൻ്റെ മനസ്സിൽ മർത്തോമാ സഭ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആദ്യമേ തന്നെ ആ ഒരു സന്തോഷമാണ് ഉണ്ടായി വരിക്കുന്നത്. ഇന്ന് ഇതിൻ്റെ അകത്തിൽ വരുന്നത് ഈ ദേവാലയത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും ഈ ചടങ്ങിൽ വന്ന് ഞാൻ സംബന്ധിക്കുകയും ഇവിടെ വന്ന് ഇങ്ങനൊന്ന് നിൽക്കാൻ സാധിച്ചതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ താനെ നമ്മുടെ ഈ പള്ളി ഇങ്ങനെ ഒരു നല്ല മനോഹരമായ ഒരു ദേവാലയം പണിയാൻ നിങ്ങൾക്ക് സഹായിച്ചത് നിങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ടും സാമ്പത്തികവും ശാരീരികവുമായ പ്രയത്നം കൊണ്ടുമാണെന്ന് എനിക്കറിയാം. കാരണം അതുപോലെയുള്ള സാമ്പത്തികം ഇല്ലാത്ത ഒരു ഇടവകയാണ് എങ്കിലും ഇത്ര ഇത്ര രൂപ മുടക്കി ഒരു പള്ളി പണിയുന്നതിന് നിങ്ങളെ സഹായിച്ച നിങ്ങളെ ഇത്രയും കഠിനമായ അധ്വാനം ചെയ്ത നിങ്ങൾക്ക് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എൻ്റെ ഈ ആശംസാ പ്രസംഗത്തിന് വിരമിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീകുമാർ. വളരെ എനിക്ക് ജേക്കബ് സാറുമായിട്ട് വളരെ ഞങ്ങൾ കോട്ടയത്തിരിക്കുമ്പോഴേ അഭിവന്ദ്യ തിരുമേനി, ബഹുമാനായ ഉദ്ഘാടകൻ, കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബ്, ബഹുമാനായ ജനപ്രതിനിധികൾ, ബഹുമാനായ വൈദിക സിസ്റ്ററെ, നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. കോന്നി ഇമ്മാനുവൽ മാർത്തോമ ഇടവകയിലെ 82 കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിലും ശ്രീ പി ടി ചെറിയാൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്ര മനോഹരമായി ഈ ദേവാലയം നമുക്ക് പണി കഴിപ്പിക്കുവാൻ കഴിഞ്ഞത്. നമുക്കറിയാം, ഈ 77 വർഷക്കാലം മുമ്പ് ആരംഭിച്ച ഈ ദേവാലയം ഈ ഇടവകയിലെ അംഗങ്ങളെ മാത്രമല്ല, ഈ സമൂഹത്തിൻ്റെ മുഴുവൻ പുരോഗതിക്കും സാമൂഹിക സാംസ്കാരിക രംഗത്തെ നേട്ടങ്ങൾക്കുമൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ അവസരം നൽകിയ ഈ ഇടവകയിലെ അംഗങ്ങളെയും ഇതിൻ്റെ വൈദികരെയും ഒക്കെ തന്നെ അനുമോദിക്കുവാൻ ഞാൻ ഈ അവസരം രേഖപ്പെടുത്തുകയാണ്. തുടർന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൻ്റെ ആകമാനം ഉന്നതിക്ക് പാത്രമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഭിവന്യ തിരുമനസെ, വൈദിക ശ്രേഷ്ഠരെ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, മലവേൽ ശോഭിക്കുന്ന പട്ടണം പോലെ നമ്മുടെ ദൈവം തമ്പുരാൻ നമുക്ക് അനുഗ്രഹമായി തന്ന ഈ ദേവാലയത്തിൻ്റെ കൂദാശ ഇന്ന് നിർവഹിച്ചു കഴിഞ്ഞു. കുഞ്ഞുകാലത്ത് ഞാനിവിടെ വന്ന് സൺഡേ സ്കൂൾ പഠിച്ച ഒരു ദേവാലയമായിരുന്നു. അന്ന് ഇങ്ങനൊന്നുമല്ല, ഒരു കുഞ്ഞു കുടിലായിരുന്നു, കൊച്ചു ഓലവേഞ്ഞ ഒരു പള്ളിയായിരുന്നു. ദൈവം തമ്പുരാൻ നമ്മുടെ അഭിവന്യ തിരുമനസ് പറഞ്ഞ പോലെ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ഭവനങ്ങളുടെയും തുറന്നു കൊടുത്ത് നമ്മുടെ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കാൻ നമുക്ക് ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഇതിൽ അല്പവും ചെറുതും വലുതുമായ എല്ലാ ഉപകാരങ്ങളും സാമ്പത്തികമായും ശാരീരികമായും എല്ലാം ചെയ്ത ഈ പള്ളി ഇടവക അംഗങ്ങളെ, പുറത്തുള്ളവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ പ്രത്യേകമായ ആശംസ നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഭിവന്യ തിരുമേനി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഏവരുമേ, പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ, ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ഇത് ആശ്ചര്യമായിരിക്കുന്നു എന്നത് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. സ്വപ്നം കണ്ടിട്ട് രാവിലെ എഴുന്നേറ്റാൽ അത് യാഥാർത്ഥ്യമാകുന്നത് എങ്ങനെയോ അതുപോലെ വിശ്വസിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഇപ്രകാരം സുന്ദരമായ കോന്നി ഇമ്മാനുവേൽ ദേവാലയം. 83 വീടുകൾ, 1 കോടി രൂപ മുതൽ മുടക്ക്, സുന്ദരമായൊരു ദേവാലയം, സാധാരണ ജനങ്ങൾ ഉൾപ്പെടുന്ന ഒരാലയം. എന്നാൽ ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു, കരുതി, നന്ദിയോടെ ദൈവത്തിൻ്റെ നന്മകളെ ഓർക്കാം. ബഹുമാനപ്പെട്ട പി ടി ചെറിയാച്ചൻ്റെ പ്രായത്തോളം ഈ പള്ളിക്ക് പ്രായമുണ്ട്, അത് നിശ്ചയമാണ്.
എന്നാൽ ഇത്ര ഭംഗിയായി നമുക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഇടവകയുടെ മുൻവികാരിയായിട്ട് ഞാൻ 2005-2008 കാലഘട്ടങ്ങളിൽ 3 വർഷം ശുശ്രൂഷ ചെയ്തതാണ്. ആ സമയത്ത് ഒരു ദിവസം അഭിവന്യ തിരുമേനി ദേവാലയത്തിൽ വന്നപ്പോൾ ഈ ഇടവക പുതുക്കി പണിയണം എന്ന് ആഗ്രഹം പറയുകയും അതനുസരിച്ച് തിരുമേനി തന്നെ കോട്ടയത്തുള്ള ഒരു ആർക്കിടെക്റ്റിനെ വിട്ട് ഇതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും എടുപ്പിച്ചു. ആ പ്ലാനും എസ്റ്റിമേറ്റും ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട്. പക്ഷേ മുൻപ് പ്രസംഗിച്ചവരൊക്കെ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട PT ചെറിയാച്ചൻ ഇത്രമാത്രം ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഇതിൻ്റെ പിന്നിൽ ഉണ്ടായതുകൊണ്ട് ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞു. നിശ്ചയമായും ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഈ സമയം ഉപയോഗിക്കുന്നു. ഇത്ര സുന്ദരമായി പണി കഴിപ്പിച്ച പ്രിയപ്പെട്ട എല്ലാവരോടും ഇതിന് അധ്വാനിച്ച പ്രിയപ്പെട്ടവരോടും നന്ദി സ്നേഹവും അറിയിക്കുന്നു. സന്തോഷത്തോടെ എല്ലാ ആശംസകളും അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ തിരുമേനി, അതുപോലെ തന്നെ സഭാ നേതാക്കന്മാർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വാത്സല്യനിധികളായ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, എന്തുകൊണ്ടും സന്തോഷത്തിൻ്റെ നിറഞ്ഞു തുളുമ്പുന്ന ഹൃദയത്തിൻ്റെ ഉടമകളായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണ്. കാരണം മഹത്തായ ഒരു ദേവാലയത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മാനവിക ജീവിതത്തിൽ ദേവാലയത്തിനുള്ള പ്രാധാന്യത, ദേവാലയത്തിൽ നിന്നും മാനവൻ ഉൾക്കൊള്ളേണ്ട ദൈവികമായിരിക്കുന്ന ആജ്ഞകളും കൽപ്പനകളും യഥാർത്ഥമായ രീതിയിൽ ആത്മാർത്ഥമായ നിലയിൽ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോഴാണ് ഈ ദേവാലയത്തിൻ്റെ പ്രസക്തിയും അതിൻ്റെ മഹത്വം നമ്മളിൽ വന്നു ചേരുന്നത്. മുൻ പ്രാസംഗികന്മാർ പറഞ്ഞതുപോലെ നമ്മുടെ PT ചെറിയാൻ സാറ് ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥമായ നിലയിലുള്ള സേവന തൽപരത പ്രകടിപ്പിച്ചതിൻ്റെ ഒരു മഹത്തായ സംരംഭമാണ് ഈ സ്ഥാപനമെങ്കിൽ ഈ 83 വീടോളം വരുന്ന ഈ ചെറുശാഖയിലെ ഓരോ അംഗങ്ങളോടും എനിക്ക് പറയുവാനുള്ളത്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് മഴയ്ക്ക് മഴയും വെയിലിന് വെയിലും ഭക്ഷണത്തിന് ഭക്ഷണവും പാർപ്പിടത്തിന് പാർപ്പിടവും വസ്ത്രത്തിന് വസ്ത്രവും നൽകിക്കൊണ്ടിരിക്കുന്ന സർവാധിപതിയായ ദൈവത്തിൻ്റെ ആ പരിശുദ്ധമായ ആത്മസംതൃപ്തി ദേവാലയത്തിൽ നാം കരസ്ഥമാക്കുമ്പോൾ അത് ദേവാലയം കൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, മറിച്ച് നമ്മുടെ കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും സാംസ്കാരിക ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും ഉണ്ടായിരിക്കണം എന്നാണ് ഈ അവസരത്തിൽ ഒരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. കാരണം മാനവൻ്റെ ചില പ്രവർത്തനങ്ങൾ ദിനപത്രങ്ങളിലൂടെ നാം കേൾക്കുമ്പോൾ കാണുമ്പോൾ മനസ്സ് തകർന്നു പോകുന്ന, അല്ലെങ്കിൽ മാനവികത നഷ്ടപ്പെട്ടു പോയോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ നിന്നും ലഭിക്കുന്ന മഹത്തായിരിക്കുന്ന ദിവ്യവചനങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെടാതെ
നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമേ എന്നുള്ള ഒരേ ഒരു നിർദ്ദേശത്തോടു കൂടെ ഈ ധന്യമായ ഈ മഹത്തായ വേദിക്ക് എൻ്റെ അനേകായിരം ആശംസകൾ അർപ്പിക്കുന്നു. അതിനോടൊപ്പം ഈ വേദിയിൽ സംസാരിക്കാൻ എനിക്ക് അവസരം നൽകിയ ഇതിൻ്റെ പരിപാലന സമിതിക്കും ഉത്തരവാദിത്തപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും സർവോപരി കമ്മ്യൂണിറ്റിക്കും എല്ലാവിധമായ നന്ദികളും പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട തിരുമനസ് നേരത്തെ പറഞ്ഞതുകൊണ്ട് വേദിയിലുള്ള ആരെയും സംബോധന ചെയ്യുന്നില്ല. ഏറ്റവും അവസാനത്തെ ചാൻസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. കാരണം ഈ ഇടവകയുടെ ഏറ്റവും അയൽക്കാരൻ എന്നുള്ള നിലയിൽ അവസാനം തന്നെയാണ് എനിക്ക് അവസരം കിട്ടേണ്ടത്. ആ അവസരത്തിന് ഭംഗം വരാത്ത നിലയിൽ അത് തന്നവരോട് ആദ്യം എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ. ഞാൻ കാണുന്ന സമയത്ത് ഇത് മൂന്നാമത്തെ പള്ളിയാണ് ഇന്ന് നിലവിലുള്ളത്. ആദ്യത്തെ പള്ളി കാര്യമായിട്ട് അന്നത്തെ സാമ്പത്തിക ശേഷിയും അന്നത്തെ അംഗങ്ങളുടെ കഴിവും അനുസരിച്ച് ഉള്ളതായിരുന്നു. രണ്ടാമത് വീണ്ടും അത് കുറേ കൂടെ മൂടി പിടിപ്പിച്ചു. മൂന്നാമത് ഇന്നീ കാണുന്ന മനോഹരമായ ദേവാലയം നിർമ്മിക്കുന്നതിന് ഈ പള്ളിയിലെ ഏതാണ്ട് 80 വീട്ടുകാർക്ക് സാധിച്ചു എന്ന് പറഞ്ഞത് അവരുടെ അർപ്പണബോധത്തിൻ്റെയും ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെയും അവർക്ക് മാർഗനിർദ്ദേശം നൽകിയ ബഹുമാന്യനായ അച്ഛൻ്റെയും കഴിവ് തന്നെ ആണ്. അല്ലെങ്കിൽ അവർക്ക് അതിന് പ്രചോദനം നൽകിയ അച്ഛനാണ് അതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതെന്ന് ഉള്ളതിന് സംശയമില്ല. ഈ അവസരത്തിൽ ഈ ഇടവകയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഈ ദേവാലയത്തിനും അതിൽ സംബന്ധിക്കുന്നതിന് എനിക്ക് അവസരം തന്ന ബഹുമാന്യരായതിൻ്റെ പ്രവർത്തകർക്കും എൻ്റെ അകമഴിഞ്ഞ ആശംസ നേർന്നുകൊള്ളുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്ക് പഠിച്ചു വളരുവാൻ സാധിച്ചതായ, മാതൃകയാകുവാൻ സാധിച്ചതായ ഇടവകയുടെ ദേവാലയ കുദാശയുടെ അനുഭവത്തിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അറബി ആരോഹണ മാർത്തമായ ഇടവയും കൊളുതിട്ട് ഹെർമൻ മാർത്തമായ ഇടവകയിലുമാണ്. അവിടെ എനിക്ക് ആശയങ്ങൾ പറയുവാൻ, അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ എനിക്ക് മാതൃകയായിരുന്നതും അതിന് അടിസ്ഥാനമായിരിക്കുന്നതും ഞാൻ പഠിച്ചു വളർന്നതായ ഇടവകയിലെ വലിയ ദർശനങ്ങളും വലിയ നല്ല അനുഭവങ്ങളുമാണ്. ഇപ്പോൾ അതിനോടൊപ്പം ചേർത്ത് വയ്ക്കുവാൻ വലിയ ഒരു സാഹചര്യം കൂടി ദൈവം നൽകിയിരിക്കുന്നു. ഒരു പുതിയ ദേവാലയം പണിയുവാൻ തക്കവണ്ണം അത് എനിക്ക് അവരോട് പറയുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചിരിക്കുന്നു. അതിനുള്ളതായ വലിയൊരു അവസരം ഒരുക്കിയിരിക്കുന്നു. അതിൽ പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട ഇടവക വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട പി ടി ചെറിയാൻ അച്ഛനോടും ഇടവക ചുമതലക്കാരോടും പ്രത്യേകിച്ച് പള്ളി പണി കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ഇതിന് എല്ലാ നല്ല പ്രയത്നങ്ങളും വിഭാവനം ചെയ്ത എല്ലാ ഇടവക ജനങ്ങളോടുമുള്ളതായ അഭിനന്ദനം ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം പണ്ട് നമ്മുടെ ഓലമേഞ്ഞതായിട്ടുള്ള അനുഭവങ്ങളെ മറക്കരുത് എന്നുള്ളതായ പ്രത്യേകമായ ഓർമ്മപ്പെടുത്തലോടുകൂടി എല്ലാ ആശംസകളും ഭാവുകളും തീർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. താങ്ക് യു. ഗിന്നസ് ബുക്കിൽ പേര് വരും ഈ പള്ളിക്ക്. 27 പേരോളം പ്രസംഗിച്ചിട്ട് 1 മണിക്കൂറേ എടുത്തുള്ളൂ. വേദിയിൽ ഇത്രയും ശിക്ഷണബോധമുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല. എന്തോ പറഞ്ഞാലും അനുസരിക്കുകയില്ല. ആദ്യം ചെറിയ സൂചനകൾ തന്നു, അതെല്ലാം അംഗീകരിച്ചു. അതുകൊണ്ട് നമുക്ക് ഇരുട്ടുന്നതിന് മുമ്പേ പോയി പറ്റാം. 5-ന് തുടങ്ങിയതാണ്, 1 മണിക്കൂർ. നമ്മുടെ ദേവാലയത്തിൻ്റെ പണിക്ക് മേൽനോട്ടം വഹിച്ചതായ വിൽസൺ മേശി, ഒരു 4 പണിക്കാര്
അതുപോലെ നമ്മൾക്ക് ഈ കാർപ്പൻ രാജാരി പണിയൊക്കെ ചെയ്തു തന്ന മനസ്സിലായി